ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 29 വിശുദ്ധ ഓസ്വാൾഡിൻ്റെ തിരുനാൾ. കാൻഡർബറി ആർച്ച് ബിഷപ്പ് വിശുദ്ധ ഓഡോയുടെ സഹോദരപുത്രനാണ് ഓസ്വാൾഡ്. അദ്ദേഹത്തെ പഠിപ്പിച്ച് വിഞ്ചസ്റ്ററിലെ വികാരിയാക്കി. എന്നാൽ ഓസ്വാൾഡ് ആ സ്ഥാനം ഉപേക്ഷിച്ച് ഫ്രാൻസിൽ പോയി ഗ്ലോറിയിൽ സന്യാസം ആരംഭിച്ചു. അവിടെ തുടരാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ മടക്കി വിളിച്ച് ലോഴ്സ്ററ്റിലെ മെത്രാനാക്കി. പുതിയ ജോലിയിൽ ഉജ്ജ്വല താരമായി ശോഭിച്ച ഓസ്വാൾഡ് ഒരു പുതിയ ബെനഡിക്റ്റൻ ആശ്രമം ആരംഭിച്ചു. 974 ഓസ്വാൾഡിനെ യോർക്കിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അതിരൂപതയിൽ ചുറ്റി നടന്ന് പ്രസംഗിച്ചും തെറ്റുതിരുത്തിയും ഒഴിവുള്ളപ്പോൾ ആശ്രമത്തിലും പോയി സന്യാസചര്യകളിൽ മുഴുകിയിരുന്നു. എളിമയും പരസ്നേഹവും അഭ്യസിക്കാൻ വേണ്ടി ഭക്ഷണമേശയിൽ 12 ദരിദ്രരെ കൂടെ ഇരുത്തിയാണ് ആഹാരം കഴിച്ചിരുന്നത്. അവർക്ക് ഓസ്വാൾഡ് തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുത്തും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുകയും ചെയ്തിരുന്നു. 33 വർഷത്തെ ഭരണശേഷം ഓസ്വാൾഡ് രോഗിയാവുകയും 992 ഫെബ്രുവരി 29 തിരുപ്പാതയും സ്വീകരിച്ച ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കെ ദിവംഗതനാവുകയും ചെയ്തു. വിശുദ്ധ ഓസ്വാൾഡ്, ഞങ്ങളും പുണ്യ പ്രവൃത്തികളിലൂടെ ജീവിത വിജയം നേടാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.